എനിക്ക് സെക്കൻഡ് കാറിന് കച്ചവടമുള്ളൂ, അതും പാർട്ട് ടൈമാണ്. ഈ അടുത്തൊരു ബൈക്കിന് എൻക്വയറി വന്നു. ഇതാണല്ലോ ഐറ്റം. സംഭവം പൊളിയാണ്. അല്ല, ഇതിപ്പോൾ കൈവിടാൻ കാര്യം എന്താ? നമുക്ക് പ്രായമായില്ലേ, ഇനി പിള്ളേരെ കൊണ്ടുപോയി ചത്തോട്ടെ ചെത്തട്ടെ, നമുക്ക് കുറച്ച് കാശും കിട്ടും. അതെ അതെ സാറേ, കുണ്ടംകുളം എന്നല്ല സാറേ, കുന്തംകുളം. എന്താ ചന്തയുടെ എന്താ റാങ്ക് ഹോൾഡറാ ആണോ? സാറേ, നമുക്കിവിടെ അടുത്തൊരു വർക്ക്ഷോപ്പിൽ ഒരു ചേട്ടത്തിണ്ട്. പുള്ളിക്കാരി ബൈക്കൊക്കെ ഡീൽ ചെയ്യുന്ന ആളാ. പുള്ളിക്കാരി കൊണ്ടുവന്ന് കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സെറ്റിൽ ചെയ്യാം. ഓക്കെ ശരി. ചേച്ചി വരുമ്പോഴത്തേക്കും എന്തേ സാറിന്റെ പേരിൽ ഒരു സെയിൽ ലെറ്റർ റെഡിയാക്കി വെച്ചോ. ഡീറ്റെയിൽസ് ഒക്കെ ബുക്കിലുണ്ട്. സാറിന്റെ പേരെന്താണ്? കുട്ടമ്പിള്ള. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എഴുതി തരാം. വെറുതെ റിസ്ക് എടുക്കാം. കറക്റ്റാ, എഴുതിക്കോ. നമസ്തേ ചേട്ടത്തി. ആ, നിങ്ങൾ എത്തിയോ? ഇന്നു മുതൽ പണിക്ക് കയറിക്കോ. 2 ആഴ്ച ഞാൻ നോക്കും നിങ്ങളുടെ പണി എങ്ങനെയുണ്ടെന്ന്. കള്ളത്തരം എന്തെങ്കിലും കാണിച്ചാ അപ്പം ഞാൻ പറഞ്ഞു വിടും. मतलब क्या? ഡാ 2 ആഴ്ച നോക്കും. ഹൈ, മനസ്സിലായടേ ചേർക്കാ? എടാ മുത്തു, എവിടെ വന്നേ? ഇന്നോട്ട് വിമാനെ കൂടി പണി പഠിപ്പിക്കണം. 2 ആഴ്ച നോക്കാം, അത് കഴിഞ്ഞ് പറഞ്ഞു വിടാം. മുത്തു ഇവിടുത്തെ വലിയ മേസ്തിരി. നമസ്തേ സാറേ. ആഘോഷാട്ടെ, മേസ്തിരി ഇത് പറഞ്ഞിട്ട് അവസാനം വിമാനെ തേച്ചൊട്ടിച്ചിട്ട് പോവൂ. വിളിച്ചിട്ട് പോടാ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ മര്യാദ വളരെ അത്യാവശ്യം. ഹേ, നിന്റെ ഒരു ഉടായ്പും ഇവിടെ നടക്കില്ല. നഹീഹും, മനസ്സിലായല്ലോ? ഇങ്ങോട്ട് പോയിടാ, പോടാ. നീ കൊള്ളാലോ. ഇത് ചെറുത്. എന്തുവാണ് കാണിക്കുന്നത്? എടാ, ദേശവാസി നോക്കിക്കൊണ്ട് നിൽക്കുന്ന വണ്ടിയുടെ ടയർ ഊരി മാറ്റടാ. क्या बोला सेटा? പൗലോസ് ചേട്ടനോ? എടാ, ഞാൻ മുത്തു. എടാ, ഈ ജാക്കി അതിന്റെ അടിയിലോട്ട് വെച്ച് ഉണ്ടാക്കി ആ ടയർ ഒന്ന് ഊരിക്കളാ. क्या? ഓ, കായോ, എന്തിന്റെ കായാന്നറിയില്ലേ കിടന്ന് ചോദിക്കുന്നത്? എടാ, ആ ടയറിന്റെ നട്ട് അത് ഊര് ഊര്. എടാ, ഊരാൻ ഊര് ഊര്. ഊരിന്റെ ഹിന്ദി എന്താന്ന് അറിയില്ലല്ലോ. എടാ, ഊര് ഊര്. അതാ എന്റെ ബാൻഡ് വലിച്ച് ഊരുന്നത്. നേരത്തെ ഊരുന്നത് അങ്ങോട്ട് ചെല്ലടാ. എടാ, ഇതിന്റെ निकलेगा सब? അത് തന്നെ എന്തെങ്കിലും ചെയ്യും. ഓ, നട്ടിന് പേര് വിട്ടാ വന്നുടനെ. ആ സബീനട്ടെങ്കിൽ സബീനട്ട് എന്താന്ന് വെച്ചാ ഊര്. അയ്യോ, ഊരാൻ പറഞ്ഞപ്പോ ഗ്രൂപ്പായിട്ട് കിടന്ന് ഊരുന്നു. എടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. ചേട്ടത്തി എന്താടാ വന്നീ ബൈക്ക് നോക്കി. ഞാൻ ബൈക്കൊന്നും നോക്കാനല്ലോ, നിനക്ക് അറിഞ്ഞൂടെ? മുത്തേ വന്നോ നോക്കണേ. ഈ ബൈക്ക് വെക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിനൊക്കെ എന്തോ അറിയാനാ, ചുമ്മാ നോക്കുന്നേ. ഞാൻ എടുക്കുന്നു. ഇത് കണ്ടാൽ അറിഞ്ഞൂടെ? നല്ല ഓയിൽ ലീക്ക് ഉണ്ട്. ഇതിന്റെ ഗ്യാസ് കിറ്റ് ഒക്കെ പൊട്ടി കിടക്കാണ്. പോകേ മതി. എടാ, ഇതിന് നല്ല പണിയുണ്ടാ. മോളിക്കുട്ടിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. ഞങ്ങൾ ഒരേ നാട്ടുകാരാ. എന്നെ ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ കുറച്ചു കാലം കേരളത്തിന് പുറത്തായിരുന്നേ. ഞാൻ വണ്ടി ശരിയാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം. ശരി സാർ. ആ ജീപ്പിന്റെ പണി ഇന്ന് തന്നെ തീർത്തു കൊടുക്കണം. വൈകുന്നേരം ആള് വരും. മറ്റേമാരെന്താടാ എല്ലാം നടക്കും. ചേച്ചി, അമ്മാരെ ഞാൻ പണി പഠിപ്പിച്ച് പൊളിക്കല്ലേ. നോക്ക്. എന്റെ കർത്താവേ. ചാണകമല്ല, ചാകണം. എന്റെ എത്താപ്പോലെ സാറേ. നിങ്ങൾ ഞാൻ പറയാൻ ടൈപ്പ് ചെയ്യും. ചെല്ലടാ, നീ ചെന്ന് നൈസായിട്ട് പോയി ചോദിച്ചിട്ട് വാ. ഇതൊക്കെ സിമ്പിൾ അല്ലേ, നീ പോയി ചോദിച്ചിട്ട് വാ. പോ. ചാകണം സാറേ, അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കണം. കാണാനടി സാർ, എന്താടാ അസൈൻമെന്റ് ഞാൻ എഴുതി തരണോ?
അല്ല, ഞാൻ സ്റ്റാഫ് റൂമിൽ പോയായിരുന്നു. ഓ, എന്നിട്ട് സാറിനെ കണ്ടില്ല. ഇപ്പം കണ്ടല്ലോ. സാർ, അസൈൻമെൻ്റ് ഒന്ന് മേടിക്കണം. സൗകര്യം എടുത്തോണ്ട് പോടാ. ഇപ്പോഴേ ഓരോരുത്തർക്ക് സമയം കിട്ടിയ ടൈപ്പ് ചെയ്യാൻ അങ്ങോട്ട്. വിട്ടോ വിട്ടോ. നീ വാ, നമുക്ക് നോക്കാം. വാ ഇത്ര നേരം കൊണ്ടേ പറയുന്നു. ചേട്ടാ, 2 കോപ്പി. ആ 13 ചേട്ടാ, ആ അതിൻ്റെ ആ ഫയൽ എടുത്ത് മാറ്റി വെച്ചേ. ആ ഫയൽ മൊത്തം സെലക്ട് ചേട്ടാ, മാറ് മാറ് മാറ്. ഏയ് അതെ, ആ ചെറുക്കൻ്റെ അസൈൻമെൻറ്റും കൂടെ വാങ്ങിയിട്ട് കൊണ്ടുവെക്ക്. നിങ്ങക്കെന്താ വട്ടാണോ? ആ എന്നാ പരിപാടിയാ? അങ്ങനെ ഇപ്പോൾ അവനെ തേക്കണ്ട. അവൻ ആ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. ഉറപ്പാണോ? ആ പറഞ്ഞു കൊടുക്കും. ഗുഡ് ഈവനിങ് സാർ. പിന്നെ എന്റെ പൊന്നിയേച്ചി അതൊന്ന് ശരിയാക്കാന്ന്. ശരിയാക്കാൻ നമ്മൾ എത്ര നേരം കൊണ്ടിരിക്കുന്നു. നോക്കിയത് ഓ എത്തിയോ? ഞാൻ കരുതി എന്റെ മരിപ്പിനെ വരത്തുള്ളൂ. ഞാൻ എന്നാ ചെയ്യാനാ? സാധനം കിട്ടണ്ടായോ? അത് കഞ്ചാവിനൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞയച്ചത്. 1 കിലോ ഉള്ളി വാങ്ങിക്കാനല്ലേ. എനിക്ക് മരുന്ന് കഴിക്കണം. പോയി 1 ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം. ദയച്ചി ചേച്ചി, ഈ ലാലേട്ടൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന കാണിച്ചോ? ഒരു വട്ടം കാണിച്ച്, കൂടെ ഒരു സിമുഖവും. എന്തൊരു ഇതാ. ഓ ചേച്ചി, ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ? എന്തോന്ന്? ജീമോന്റെ കടയിലെ ബേബി പറഞ്ഞതാ, എന്തോന്ന്? നമ്മളെ ചെക്കനെ കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണുമായിട്ട് ഒരു ഇത്. ആര്? കുട്ടാപ്പിയോ? നിനക്കെങ്ങനെ അനാവശ്യം പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, ഇപ്പൊ അങ്ങനെയായോ? എനിക്ക് കേൾക്കണ്ട. ചെറുക്കം വെറുതെ വെള്ളം കോരുന്നതാ. എന്നെ ഇതുപോലെ ഒരുത്ത വളയ്ക്കാൻ നോക്കിയതാ. പക്ഷെ ഞാൻ വീടില്ല. ഏത് ഗതി കെട്ടവനാണോ അത്? എന്ത് എന്നെ അത്ര കാണാൻ കൊള്ളില്ലേ?